മൊഡ്യൂൾ 3 ഓക്കെ സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ മൊഡ്യൂൾ 3 പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ഇൻ സർവീസ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാട്ട് എവർ ഇറ്റ് മേ ബി അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വാല്യൂ റിട്ടേൺ മേടിച്ച് തരാമെന്നുള്ളതാണ് അല്ലേ. അല്ലാതെ ചെയ്യുന്നതിന് എത്തിക്കൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, ഒരാൾ നമ്മൾ കടയിൽ വന്ന് ആഹാരം കഴിക്കുകയാണ്. അയാളുടെ നീഡെന്ന് പറയുന്നത് ഒരുപക്ഷെ വയറ് നിറയുക എന്നത് മാത്രമായിരിക്കാം. ബട്ട് എന്നും പറഞ്ഞ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല, മോശം ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം വരുന്ന മറ്റൊരാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നല്ല ശുദ്ധിയുള്ള, നല്ല രുചിയുള്ള, എന്നാൽ ആരോഗ്യത്തിന് കേടില്ലാത്ത ആഹാരമായിരിക്കണമെന്നായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അയാൾ എന്താഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ സർവീസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. പല ബിസിനസ്സുകൾക്കും പറ്റുന്നതാണ്. പണ്ടൊക്കെ, ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ലെന്ന് തന്നെ പറയാം. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. കിട്ടുന്ന പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് സംതൃപ്തരാണോ എന്നറിയാതെ പലതും നിലനിൽക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത്? അതിനാണ് ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത്. പല രീതിയിൽ നടത്തി. ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആഡായിട്ട് പോലും വരാറുണ്ട് അല്ലെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചുള്ള. അല്ലെങ്കിൽ ഇപ്പം ഇന്ന സാധനം നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ, അതിന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള ആഡ് വരാറുണ്ട്. ഫീഡ്ബാക്ക് പലരും പല രീതിയിൽ കളക്ട് ചെയ്യാറുണ്ടല്ലേ. അതൊക്കെ എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറിയാനുള്ള സർവേൻ്റെ പാർട്ടാണ്. കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് പെർസീവ്ഡ്, മറ്റു വാക്കിൽ പറഞ്ഞാൽ കസ്റ്റമർ പ്രതീക്ഷിച്ചത് എന്താണ്, കസ്റ്റമറിന് കിട്ടിയത് എന്താണെന്ന് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അവിടെയാണ് എന്തെന്നുള്ളൊരു വാക്കിൻ്റെ പ്രത്യേകത സർവീസ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് കാലങ്ങളിലും എന്തുണ്ടായിരുന്നു, നമ്മൾ ഈ ഹോട്ടലുകൾക്ക് ഡെലിവറി സംവിധാനം ഉണ്ടായിരുന്നു. ഹോട്ടലുകൾ നേരിട്ട് ഡെലിവറി, പക്ഷെ അതൊന്നും ഇത്ര ഓർഗനൈസ്ഡ് അല്ലായിരുന്നു അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ സ്വിഗ്ഗി പോലത്തെ ആൾക്കാർ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ആപ്പുകൾ വരുന്നത് എപ്പോഴാണ്? ആ ഒരു ആൾക്കാർക്ക് ഹോട്ടലുകൾ നേരിട്ട് സാധനം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാര്യം എന്താ, വളരെ ഡെലിവറി ടൈം എടുത്ത് ഒട്ടും പ്രൊഫഷണൽ അല്ലാതെയായിരുന്നു ആൾക്കാർ ഡെലിവറി ചെയ്തിരുന്നത്, കൊടുത്തിട്ടൊക്കെ പോകുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ ഹോട്ടലുകാർക്കാണെങ്കിലോ അങ്ങനെ ഒരുപാട് ഡെലിവറി ഇല്ലാത്തത് കൊണ്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അവിടെയാണ് എന്ത് വന്നത്, ഈ സ്വിഗ്ഗി പോലുള്ള സർവീസുകളുടെ ഒരു മുന്നേറ്റം ഉണ്ടായത്. ആ ഒരു ഗ്യാപ്പാണ് അവർ യൂട്ടിലൈസ് ചെയ്തത്. ഹോട്ടലുകൾ കൊടുക്കുന്നതിൽ അവർ സംതൃപ്തരല്ല. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള, വളരെ പ്രൊഫഷണലായിട്ടുള്ള ഡെലിവറി ആണെങ്കിൽ ഹോട്ടലിൽ കൊടുത്തിരുന്ന എന്താണ്, വളരെ സ്ലോ ആയിട്ടും കൺഫ്യൂഷൻസ് നിറഞ്ഞ ഡെലിവറിയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനെയാണ് ആര് യൂട്ടിലൈസ് ചെയ്തത്? നമ്മുടെ സൊമാറ്റോ പോലുള്ള ആപ്പുകൾ യൂട്ടിലൈസ് ചെയ്തതും അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് ഒരു സർവീസിന് മുന്നിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് പുതിയൊരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് മുന്നിലേക്ക് കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. പലരും വിട്ടുപോകുന്നതാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ നിങ്ങളും ചെയ്തുകൊണ്ട് പോയാൽ ആൾക്കാർ നിങ്ങളിലേക്ക് എന്തുകൊണ്ട് വരണമെന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കണ്ടെത്തേണ്ടത്, ഗ്യാപ്പ് കണ്ടെത്തേണ്ടത്. നിലവിൽ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും, ശ്രദ്ധിക്കുക, ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും എന്നാൽ ആൾക്കാർക്ക് കിട്ടാത്തതുമായ എക്സ്പെക്റ്റേഷൻ്റെ പെർസെപ്ഷൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അത് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, പിന്നെ പറയുന്നത് എങ്ങനെ ഈ ഗ്യാപ്പ് റിസോൾവ് ചെയ്യാം, ക്വാളിറ്റി പെർസീവിംഗ് സർവീസ്, അതൊക്കെ വെറുതെ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്, മനസ്സിലായല്ലേ. ഗ്യാപ്പ് കണ്ടെത്തുക, ഗ്യാപ്പിന് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ സൊമാറ്റോയുടെ കഥ പറഞ്ഞ പോലെ ജനറലായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇനി പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സെർവ് ക്യൂൽ എന്ന് പറയുന്നത്. ഈ കാണുന്ന 5 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു സർവീസിന് ആ കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി കിട്ടുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യണമെന്നാണ് നമ്മുടെ പ്രൊഫസർമാർ 1985, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ പറയുന്നു. ഈ പരശുരാമൻ, എല്ലാവരെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ പോരിട്ട് വേണ്ടി അവർ പറഞ്ഞ ഒരു 5 ഫാക്ടേഴ്സാണ്, 5 ഫാക്ടേഴ്സ് അവർ മെൻഷൻ ചെയ്തതാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, റിലയബിലിറ്റി. സർവീസ് ക്വാളിറ്റി എന്ന് പറയുന്നതിനെ മെഷർ ചെയ്യുന്ന, ഒരു സർവീസിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണ് റിലയബിലിറ്റി. പിന്നെ റെസ്പോൺസീവ്നെസ്. റിലയബിലിറ്റി എന്ന് വെച്ചാൽ അറിയാലോ, വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥ. റെസ്പോൺസീവ്നെസ് മീൻസ് അതിലേക്ക് നമ്മളെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളെ സർവീസ് പ്രൊവൈഡർ അവരുടെ നീഡ്സിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അവരൊരു ആഫ്റ്റർ സെയിൽ സർവീസ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു,
അവർ കൂടുതൽ സപ്പോർട്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്? ഒരു സർവീസ് കൊടുക്കുന്നതിൽ എന്തുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്, കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ നമ്മളെ കൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റണം? ഒരു അഷ്വറൻസ് കൊടുക്കാൻ പറ്റണം, ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റണം അല്ലേ, നമ്മളെ പ്രൊഡക്റ്റ് ഇതൊക്കെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ടാഞ്ചിബിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് ഓഫ് സർവീസ് പറഞ്ഞപ്പോൾ ഒരു ഫിസിക്കൽ എവിഡൻസ് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വിസിബിളായിട്ടുള്ള എവിഡൻസുകൾ കൊടുക്കാൻ പറ്റണം നമ്മൾ സർവീസ് എഫക്റ്റീവ് ആണെന്ന്. ഇപ്പോൾ ചില ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നു? അവരുടെ ചികിത്സ ചെയ്ത് കിടപ്പിലായിരുന്നു എഴുന്നേറ്റ് നടന്നെന്നോ, അല്ലെങ്കിൽ വലിയ വേദന ഉള്ള മാറിക്കിട്ടും, നമ്മളെ ഓർത്തോ പീഡി അങ്ങനത്തെ ഇതിൻ്റെ പരസ്യപ്പെടുത്തി കേൾക്കാറുണ്ടല്ലോ. അതൊക്കെ എന്താണ്? ആ സർവീസിൻ്റെ ഫിസിക്കൽ എന്താ പറയുക, എവിഡൻസുകളാണ് കൊടുക്കുന്നത്. പിന്നെ എമ്പതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പൊതുവെ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ വേദനയായിട്ട് അയ്യോ പാവം എന്ന് പറയാതെ അയാളുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമുക്കായിരുന്നു ആ പ്രശ്നം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ആ രീതിയിൽ റിയാക്ട് ചെയ്യാന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിൻ്റെ നീഡ് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം. അല്ല നമ്മുടെ ആവശ്യമല്ല, നമുക്ക് ഇത്ര രൂപയുടെ സാധനം ചെയ്യാനുണ്ടെങ്കിൽ ഇന്നൊരു പ്രൊഡക്റ്റിൽ ഇന്നൊരു ഫീച്ചർ കൊണ്ടുവരാനുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ നിൽക്കരുത്. ബട്ട് എന്ത് വേണം? വാട്ട് കസ്റ്റമർ നീഡ്സ് എന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് എന്ത് പറയുക, വളരെ ബേസിക്കായിട്ട് പറഞ്ഞാൽ സർവീസിന് ക്വാളിറ്റി ഉണ്ടെന്ന്, നമ്മുടെ ക്വാളിറ്റിയിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സാണ് ഈ പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഐ വിൽ ക്ലാരിഫൈ. താങ്ക് യു.